ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങളാണ്. ആദ്യം തന്നെ ഒന്നാമത്തെ ചോദ്യം, ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? വാർഡു തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന വേദിയാണ് ഗ്രാമസഭ. രണ്ടാമത്തെ പോയിന്റ്, വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു. മൂന്നാമത്, ഗ്രാമങ്ങളിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയെ വാർഡ് മെമ്പർ എന്ന് അറിയപ്പെടുന്നു. ഇതിൽ എ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 1ഉം 2ഉം, ബി 2ഉം 3ഉം, സി ഓപ്ഷൻ 3 മാത്രം, ഡി മുകളിൽ പറഞ്ഞവയല്ല. വീഡിയോ പോസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഉത്തരവൊന്ന് എഴുതി നോക്കുക. നമുക്ക് ഉത്തരവൊന്ന് പരിശോധിക്കാം. വാർഡു തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന വേദിയാണ് ഗ്രാമസഭ. ഈ ഒരു പ്രസ്താവന ശരിയാണ്. വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു. അല്ലേ, ജനങ്ങളല്ലേ കൂട്ടായിട്ട് ഗ്രാമങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടത്? അതും ശരിയാണ്. ഗ്രാമങ്ങളിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയെ വാർഡ് മെമ്പർ എന്നറിയപ്പെടുന്നു. അപ്പം ഗ്രാമങ്ങളിൽ വാർഡ് മെമ്പറാണ്. നഗരങ്ങളിലാണെങ്കിൽ ഇത് കൗൺസിലർ ആയിരിക്കും. അപ്പോൾ ഗ്രാമങ്ങളിലാണെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി മെമ്പർ ആയിരിക്കും, നഗരങ്ങളിലാണെങ്കിൽ കൗൺസിലർ ആയിരിക്കും. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്, ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവനയാണ്, ജനങ്ങൾ നേരിട്ടോ, ഇനങ്ങളല്ല ജനങ്ങളാൽ, ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം. രണ്ടാമത്തെ പ്രസ്താവന, ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. മൂന്നാമത്തെ പ്രസ്താവന, ജനം എന്നർത്ഥമുള്ള ഡെമോസ്, ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള ക്രാറ്റോസ് എന്നീ ഫ്രഞ്ച് പദങ്ങൾ ചേർന്നുണ്ടായതാണ്. അപ്പോൾ ഓപ്ഷൻ എ 1ഉം 2ഉം, ഓപ്ഷൻ ബി 2ഉം 3ഉം, ഓപ്ഷൻ സി 1 മാത്രം, ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം. ശരിയായ ഉത്തരം വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം. ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം. അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ശരിയാണ്. ജനാധിപത്യം ഉത്ഭവിച്ചത് ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ്. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന, ജനം എന്നർത്ഥമുള്ള ഡെമോസ്, ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള ക്രാറ്റോസ് എന്നീ ഫ്രഞ്ച് പദങ്ങൾ, അവിടെ ഒരു തെറ്റുണ്ട്, ഫ്രഞ്ച് പദങ്ങളല്ല ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഇതുണ്ടായിട്ടുള്ളത്. അപ്പം ജനം എന്നർത്ഥമുള്ള ഡെമോസ്, ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ജനാധിപത്യം ഉണ്ടായത്. ശരി ഉത്തരം 1ഉം 2ഉം മാത്രമാണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, പ്രാദേശിക തലം മുതൽ പാർലമെന്റ് വരെ തങ്ങളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. ഓപ്ഷൻ ബി, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഓപ്ഷൻ സി, പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലോകസഭയിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്തല്ല തിരഞ്ഞെടുക്കുന്നത്. ഓപ്ഷൻ ഡി, തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ്. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഉത്തരം ഒന്ന് എഴുതുക. നമുക്ക് ഉത്തരത്തിലോട്ട് കടക്കാം. പ്രാദേശിക തലം മുതൽ പാർലമെന്റ് വരെ തങ്ങളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. ശരിയാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ്. അപ്പോൾ അതും ശരിയാണ്. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലോകസഭയിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്താണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം വോട്ട് ചെയ്ത് തന്നെയാണ് പ്രാദേശിക ഭരണകൂടങ്ങളിൽ നിയമസഭകളിലേക്കും ഒക്കെയുള്ള ആളുകളെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു. അടുത്തത് നാലാമത്തെ ചോദ്യമാണ്, ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങൾ. ഓപ്ഷൻ എ, നിയമവാഴ്ച, ഓപ്ഷൻ ബി, മാധ്യമങ്ങൾ, ഓപ്ഷൻ സി, അവകാശങ്ങൾ, ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയല്ല. അപ്പോൾ ചോദ്യം കേട്ടതിന് ശേഷം ഉത്തരമൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് എഴുതുക. ഇതിൻ്റെ ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ്, തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക.
ഒന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, രണ്ടാമത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, മൂന്നാമത് വോട്ടെടുപ്പ്, നാലാമത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, അഞ്ചാമത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. അപ്പോൾ ഇത് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് നമുക്ക് ഉത്തരം പറയാം. ഓക്കെ, ഉത്തരം എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ചോദിച്ചേക്കുന്നത് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ്. അപ്പോൾ ആദ്യം എന്താണ്, രണ്ടാമത് എന്താണ് നടക്കേണ്ടത്, ആ ഒരു ഓർഡറിലാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു തിരഞ്ഞെടുപ്പ് നടത്തുമ്പം ആദ്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കലാണ്. ആദ്യം വിജ്ഞാപനം പുറപ്പെടുവിക്കലാണ് നടക്കുന്നത്. രണ്ടാമത് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കലാണ്. മൂന്നാമത് നടത്തുന്നത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ്. മൂന്നാമത്. നാലാമത് നാമനിർദ്ദേശക പത്രിക പിൻവലിക്കൽ. പിന്നീടാണ് വോട്ടെടുപ്പ് നടത്തുന്നത്. അപ്പോൾ അവസാനമാണ് വോട്ടെടുപ്പ്.